ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമുക്കൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഞാൻ ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒന്നും ഇത് മാച്ചായി പോകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചപ്പാത്തിയുടെ കൂടെ പെർഫെക്റ്റ് മാച്ചായിട്ടുള്ള ചിക്കൻ കറിയാണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിത്ത് ബോണോട് കൂടി 1/2 kg ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന് അനുസരിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഉപ്പും കൂടി ഉണ്ട് കേട്ടോ. ഉപ്പും കൂടി ആഡ് ചെയ്യണം. ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ മസാല ചേർക്കുമ്പോൾ നമുക്ക് അതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഉപ്പ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയേ. ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയി. നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചാലും മതി. ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഹാഫ് കുക്ക്ഡ് ആക്കി എടുക്കാം. അതായത് ഒരു 80% അല്ലെങ്കിൽ പോട്ടെ ഒരു 70% ഒക്കെ വെന്താൽ മതി കേട്ടോ ചിക്കൻ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്ക്ഡ് അല്ല, ഒരു 70% ഒന്ന് വേവിച്ചെടുക്കാവേ. ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കാരണം നമ്മളിത് മസാലയുടെ കൂടെ ഇട്ട് വീണ്ടും വേവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 70% ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മസാലയുടെ കൂടെ വേവിക്കുമ്പോൾ പിന്നെ അത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഇതായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ഹാർഡായി പോകാനും പാടില്ല ഫ്രൈ ചെയ്യുന്ന പോലെ. കുറച്ചുകൂടി ഓയിൽ കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് ഞാൻ ഒരു 70%, ഒരു 60-70% ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടേ. എടുത്ത് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതേ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇത്രയും ഓയിൽ ഒഴിച്ചതുകൊണ്ടാണ് ഇത്രയും ഓയിൽ ബാക്കി വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മസാല ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്താൽ മതി. ഓയിൽ ഇതിലുള്ളത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഓയിൽ വീണ്ടും ആഡ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് ഓയിൽ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്, കാരണം ഓയിൽ ഒരുപാട് ആവാതിരിക്കാനായിട്ട്. അതിലോട്ട് ഞാനൊരു 2 സവോള കുനുകുനാന്നൊന്ന് ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ സവോള ചോപ്പ് ചെയ്യണം കേട്ടോ. നീളത്തിലരിഞ്ഞ ഈ കറിയുടെ ഒരു ടെക്സ്ചർ എന്തോ അത് ശരിയാകത്തില്ല. അതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണേ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിത് ചേർക്കാൻ വിട്ടുപോയി, ഞാൻ പിന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ കിട്ടുന്നതന്നെ, പക്ഷേ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ നമുക്കതിൽ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല മതി. കാരണം ഒരുപാട് ഗരം മസാല ചേർത്താൽ നമ്മുടെ ഇന്ത്യൻ ഒരു ഫ്ലേവർ വരും കേട്ടോ. കുറച്ച് ഗരം മസാല മാത്രം ചേർത്ത് അതിൻ്റെ പച്ചമണം മറന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഒരു വലിയ ടൊമാറ്റോയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ചിക്കൻ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ എടുക്കുക. ടൊമാറ്റോ എടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പേസ്റ്റാക്കി പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇത്ര അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് ആവാത്തത്. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ തക്കാളിയുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ചിക്കൻ ചേർത്തിട്ട് ഈ മസാല ചിക്കനിൽ എല്ലാ സ്ഥലത്തും പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണേ. നന്നായിട്ട്, അതായത് മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പുരണ്ട് വരണം. അതുവരെ ഒന്ന് വരട്ടി കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഞാനിത് ഓൾറെഡി ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് നമ്മുടെ നോർമൽ വാട്ടറിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ ആണ്. അത് ഞാൻ മിക്സിയിലോട്ടിട്ട് കുറച്ചൊരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ കണ്ടോ, നന്നായിട്ട് ചിക്കനിലെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്നവരൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ചേർത്ത് അത്രയും നല്ലത്. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ, ഇത് നമ്മളിനി വേവിക്കുന്നുണ്ട്. ചിക്കൻ 60% അല്ലേ വെന്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി വേവിക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഗ്രേവിയുടെ ടൈപ്പ് അനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഈ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കിയതാണ് കേട്ടോ. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുതേ. ഈ കസൂരി മേത്തിയുടെ ഫ്ലേവർ വന്നാലേ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരത്തുള്ളൂ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതൊരു 10-12 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല 60% വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിൽ ഇറങ്ങാനായിട്ട് ഒരു 10-12 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഒരേ കണക്കിന് കുക്ക് ചെയ്യരുത്. എന്നിട്ട് ഗ്രീൻ ചില്ലി നെടുകെ കീറിയത് 2 ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 കിലോ ചിക്കന് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് എടുക്കുക. ഈ ഗ്രീൻ ചില്ലി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉള്ളിയുടെ കൂടെ വഴറ്റിയാൽ പോരെയെന്ന്. പക്ഷേ പോരാ കേട്ടോ. ഉള്ളിയുടെ കൂടെ വഴറ്റുന്നതിനെക്കാട്ടിയും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ആ ഗ്രീൻ ചില്ലി ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരെ കുക്ക് ചെയ്യണം കേട്ടോ. അതായത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയൊക്കെ കറക്റ്റ് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഗ്രേവിയുടെ കറക്റ്റ് ടെക്സ്ചറായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരം കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെ, ഞാൻ പറഞ്ഞ പോലെ ദോശയുടെ കൂടെ അരി ഐറ്റംസിൻ്റെ കൂടെ അത്ര മാച്ചായി പോയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.